അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ ഒരു യാത്ര പോയതല്ല. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ വഫാത്തായ സങ്കടത്തിലാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തിനും താങ്ങും തണലുമായി ഉണ്ടായിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു പോയി. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അവിടുന്ന് പറയുന്നത്, നബിയെ, അല്ലാഹുവിന്റെ അരികിലേക്ക് പോവുകയാണ്, ഒരു യാത്ര പോവുകയാണ്. ആ ഒരു വർഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വിഷമമുണ്ടായിരുന്ന വർഷമാണ്. ആമുൽ ഹുസ്ൻ എന്നാണ് ആ വർഷത്തെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ പറഞ്ഞൊരു യാത്ര പോകാം. അങ്ങനെ ഈ യാത്ര പോവുകയാണ്. ആകാശം കരഞ്ഞുകൊണ്ടിരുന്നു. ആ കരച്ചിലിന്റെ സങ്കടത്തിന് പരിഹാരമായിട്ട് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖാലിഖായ റബ്ബ് ആകാശലോകത്തേക്ക് കൂടി കൊണ്ടുപോകുന്ന ഒരു യാത്ര. അങ്ങനെയാണല്ലോ, ടെൻഷൻ വരുമ്പോ, പ്രയാസം വരുമ്പോ, അല്ലെങ്കിൽ കുടുംബത്തിൽ ചെറിയ കലഹങ്ങളൊക്കെ വരുമ്പോ പിന്നെ അടുത്ത പരിപാടി എന്താ? നമുക്കൊന്ന് ടൂറ് പോവാം, നമുക്കൊന്ന് സന്തോഷിക്കാൻ ഒരു യാത്ര പോകാം. നല്ല ആത്മാർത്ഥതയുള്ള ആളുകളാണെങ്കിൽ പറയും നമുക്കൊന്ന് സിയാറത്തിന് പോകാം, മമ്പുറത്തൊന്ന് പോയി സിയാറത്ത് ചെയ്ത് വരാം. കുണ്ടൂരില് ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ ജാരത്ത് പോയി ഒന്ന് ദുആ ചെയ്ത് നമുക്ക് വരാം. എല്ലാ പ്രയാസവും അങ്ങനെയാണ്. എന്ത് ടെൻഷൻ വന്നാലും വലിയ വലിയ മഹത്തുക്കൾ അരികിലേക്ക് ഓടിച്ചെല്ലും, അവരെ പേരിൽ ഫാത്തിഹ ഓതുക, അല്ലെങ്കിൽ ഇതുപോലെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്ന് പുറത്തേക്കൊന്ന് പോയി വരിക. അങ്ങനെയാണ് നമ്മളൊക്കെ പല ആളുകളെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഒന്ന് യാത്ര പോകും. ടെൻഷൻ വന്നാൽ ഇപ്പൊ പിന്നെ യാത്രയുടെ വിഷയങ്ങൾ പറയാതിരിക്കുകയാണ്. കാരണം പോകുന്നത് എങ്ങോട്ടാണ്, എവിടെയാണ്, ആ യാത്രയിൽ എന്തൊക്കെയാണ് കഴിച്ചത്, ആ യാത്രയിൽ എവിടൊക്കെയാണ് നിന്നത്, ആ യാത്രയിൽ ഏതെല്ലാം രൂപത്തിലാണ് സമയം ചെലവഴിച്ചത് ഒക്കെ അവരുടെ ഫേസ്ബുക്കോ യൂട്യൂബോ തുറന്നു നോക്കിയാൽ കൃത്യമായിട്ട് അറിയും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ആ കൂട്ടത്തിൽ വലിയ വേദനയുള്ള കാര്യം, ചില ചെറുപ്പക്കാരൊക്കെ യാത്ര പോകുന്ന സമയത്ത് സ്വന്തം ഭാര്യയെ കൊണ്ടുപോകും. ഭാര്യയുമായി യാത്ര ചെയ്യണ്ട എന്നൊന്നല്ല പറയുന്നത്. പക്ഷേ ആ ഭാര്യയുടെ സൗന്ദര്യം അന്യാണുങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള യാത്രയായി മാറി. ഭാര്യ വണ്ടിയിലിരിക്കുന്നതും ഇറങ്ങുന്നതും അവിടെ നിന്ന് എന്തൊക്കെ കഴിക്കുന്നുണ്ടോ എല്ലാം ഒപ്പിയെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അത് കൊണ്ടുവന്നിട്ട് അന്യാണുങ്ങളെ വെളിപ്പെടുത്തുന്ന രൂപത്തിൽ അന്യാണുങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ചില ആളുകൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, യാത്ര അനിവാര്യമുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യാം. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്തു കാണിച്ച് അന്യ പുരുഷന്റെ ഇടയിൽ പ്രദർശിപ്പിക്കാൻ ഇസ്ലാം അനുമതി നൽകുന്നില്ല. മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം ഭാര്യയുമായിട്ടുള്ള യാത്രയും, ഭാര്യയുമായിട്ടുള്ള സംസാരങ്ങളും, ഭാര്യയും മക്കളുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും എല്ലാ വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് വലിയ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്ന ആളുകൾ അല്ലാഹു അവരെ ശർറിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ അവരെ കാണുക എന്നുള്ള തെറ്റ് നമുക്ക്. ഒരു സ്ത്രീ അവളുടെ മുടി ഒരു നാര് പുറത്തു കാണിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിസാഉൻ ഖാസിയാത്തുൻ ആലിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാലങ്ങൾക്ക് മുമ്പ് ഒരു കാലം വരാനുണ്ട്, ഒരുപാട് പെൺകുടികൾ അവിടെ വരാനുണ്ട്, അവരെ ശരീരം പ്രദർശിപ്പിക്കും, അതുപോലെ ചാഞ്ഞും ചെരിഞ്ഞും അന്യ ആണുങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലുണ്ടാകും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ 1400 വർഷങ്ങൾക്ക് മുമ്പ്. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി, അതിന്ന് പുലർന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രവചനവും പാറിപ്പോയിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ കൂട്ടത്തിൽ ഒന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓ പെണ്ണുങ്ങളെ, നിങ്ങളെ ശരീരം വെളിവാക്കിയാൽ, അന്യാണുങ്ങളെ കിളിപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ നടന്നാൽ, നിങ്ങളുടെ മുടിയുടെ ഒരു നാരങ്ങാനം പുറത്തു കണ്ടാൽ അന്യ ആണുങ്ങൾ അത് കാണുന്നുണ്ടോ? ഹറാമാണ്. ലാ യദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമില്ല. മാത്രവുമല്ല വലാ യജിദുന റീഹഹാ, എത്രയോ മൈലുകൾക്കപ്പുറം അടിച്ചു വീശുന്ന സ്വർഗ്ഗത്തിന്റെ സുന്ദരമായ സുഗന്ധം പെണ്ണേ നിനക്ക് ലഭിക്കൂല. മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതുകൊണ്ട് ഉറപ്പാ ഈ ദുനിയാവിൽ നിന്ന് മരണമുണ്ട്, മരിച്ചാൽ ഖബറുണ്ട്, വരാൻ പോകുന്ന പാരത്രിക ലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, ഒക്കെ ഹഖാണ്, വരാനുള്ളതാണ് എന്ന ബോധം നമുക്ക് വേണം. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് യാത്ര. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു, നബിയെ നമുക്ക് യാത്ര പോകാം. അങ്ങനെ അതാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാഉ സംസമിന്റെ അരികിൽ കൊണ്ടുപോയി ഹബീബായ തങ്ങളെ ഹൃദയം എടുത്തുകൊണ്ട് ആ സംസം വെള്ളം കൊണ്ടങ്ങ് കഴുകി വൃത്തിയാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം 4 പ്രാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഈ സമയത്തിലാണ്. അങ്ങനെ അതാ അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് ഹബീബായ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള യാത്രയാണ്. അതേ, ഉടനെ പോകുന്നു മദീനയിലേക്കാണ്. എന്നിട്ട് തങ്ങളോട് പറയുന്നു, തങ്ങളെ ഈ മദീന അങ്ങേക്ക് വരാനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, മദീനയിൽ കഴിഞ്ഞിട്ടോ പിന്നെ പോകുന്നത് ബൈത്തുൽഹമിലേക്കാണ്. ഓ മുഅ്മിനീങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജന്മം കൊണ്ട സ്ഥലമാണ് ബൈത്തുൽഹം. ആ ബൈത്തുൽഹമിലേക്കാണ് പിന്നെ പോകുന്നത്. എവിടേക്കാണെന്നറിയുമോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമാകുന്ന അതേ ആ സ്ഥലത്തിലേക്കാണ് പോകുന്നത്. പിന്നെ പോകുന്നത് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാടാകുന്ന മദിയനിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെ മസ്ജിദുൽ അഖ്സയിലേക്കാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് യാത്ര പോകുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്രാ മിഅ്റാജ് യാത്ര ഈ രൂപത്തിലാണ് തുടങ്ങുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 34 പ്രാവശ്യമാണ് യാത്രയുണ്ടായിട്ടുള്ളത്. അതിൽ ഒന്ന് ജസദോടുകൂടിയുള്ള യാത്രയാണ് ഈ പരിശുദ്ധ റജബിലുണ്ടായ യാത്ര. എന്നാൽ ഈ യാത്രയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളാണ് നൽകുന്നത്. ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നാം ആകാശത്തിലെത്തിയപ്പോൾ അവിടുത്തെ വാതിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുട്ടി. ആ സമയത്ത് ഉടനെ ചോദിച്ചു, ആരാ? വാതിൽ മുട്ടിയപ്പോൾ ആരാണെന്ന് ചോദിച്ചു. ഉമ്മമാർ, സഹോദരിമാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം സാന്ദർഭികമായി ഉണർത്തുകയാണ്. സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് എത്തുമ്പോ ആ വീട്ടിലേക്ക് ഡയറക്റ്റ് കയറി ചെല്ലുകയല്ല വേണ്ടത്. മറിച്ച് ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ കോണിംഗ് ബെല്ല് സംവിധാനങ്ങൾ ഉണ്ട്. കോണിംഗ് ബെല്ലടിച്ച് അവിടെ ആരാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തിയിട്ടേ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പാടുകയാണ്. വീട്ടിലുള്ള സഹോദരിമാരും അങ്ങനെ തന്നെയാണ്. വാതിലൊക്കെ തുറന്നിട്ടിട്ട് ആ വീട്ടിൽ ആരെങ്കിലും ഒന്ന് കോണിംഗ് ബെല്ലടിക്കുമ്പോഴേക്കും തല പോലും മറക്കാതെ മുന്നിലേക്ക് ഓടി വരുന്ന രൂപത്തിൽ നമ്മുടെ സാഹചര്യം ഉണ്ടായിക്കൂടാ. ആരാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീടിന്റെ വാതിൽ മുട്ടിയ ഒരു സ്വഹാബി ഉടനെ ചോദിച്ചു, ആരാണ്? ഹബീബായ തങ്ങൾ ചോദിക്കാണ്, ആരാണ്? ആ സമയത്ത് പറഞ്ഞു, ഞാനാണ്. പോരാ, പേര് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്വഹാബി പേര് പറഞ്ഞിട്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങൾ വാതിൽ തുറന്നു കൊടുത്തത് അതിലൂടെ വലിയ പാഠമുണ്ട്. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നൊരു പാടാണിത്. വീടിന്റെ വാതിൽ മുട്ടുക ആരാണ്